ഹലോ, നമ്മളിപ്പോൾ ഷാർജ അൽനാദയിലാണ്. അൽനാദയിലൂടെ നമ്മുടെ മനോജ് ചേട്ടൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് എവിടെ ചേട്ടാ? അബുദാബി ഗ്രാൻഡ് മോസ്കോ. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ചിച്ചി ചേച്ചിയും ചേട്ടനും പിന്നെ പുതിയൊരാളോടെ ഉണ്ട്, സഞ്ജു ചേട്ടൻ. അപ്പോൾ ചേട്ടൻ ഇവിടെ നിന്ന് ടോട്ടൽ എത്ര കിലോമീറ്റർ ഉണ്ട് നമുക്ക്? ഷാർജ അല്ലാതെ ഒരു 180 കിലോമീറ്റർ, 180 കിലോമീറ്റർ. അപ്പോൾ നമുക്ക് എത്ര മണിക്കൂർ എടുക്കും നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനായിട്ട്? 2 മണിക്കൂർ. അപ്പോൾ ഈ മോസ്ക് ലോകത്തിലെ ഏറ്റവും രണ്ടാമത്തെ വലിയ മോസ്ക് അല്ലേ ഇവിടെ? അതെ അതെ അതെ. അപ്പോൾ എന്തായിരുന്നാലും നമുക്കിവിടുത്തെ റോഡൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. നല്ല അടിപൊളി റോഡല്ലേ? ഈ റൈറ്റ് സൈഡ് കാണുന്ന ചെടി 3 ഇരട്ടി പൊക്കം വയ്ക്കും അല്ലേ ഇതിൽ നിന്ന്? ഇതിന്റെ എന്തോ പ്ലാന്റ് ആണ് ഏട്ടാ എടുത്തത്? നിങ്ങളുടെ ലെഫ്റ്റ് സൈഡ് കാണുന്നില്ലേ? ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മുഴുവൻ ലേബർ ക്യാമ്പ്. ലേബർ ക്യാമ്പ് സോനാപൂർ ലേബർ ക്യാമ്പ്. ചേട്ടാ ഇവിടെ എത്ര വർഷമായി വന്നിട്ട് മനോജ് ചേട്ടായി? 13 വർഷമായിട്ട് ദുബായിൽ തന്നെ. അതെ. ഇവിടുത്തെ ലൈഫൊക്കെ എങ്ങനെയുണ്ട്? ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണോ? ആ റൈറ്റ് സൈഡ് റോഡ് പോണം. ഫുള്ള് വെയർ ഹൗസും എല്ലാം, കോൾഡ് സ്റ്റോറേജ് എല്ലാം ഇവിടെ ഉണ്ട്. ഇവിടുന്ന് എല്ലായിടത്തും പോകും. ഷാർജ എല്ലായിടത്തും, അതായത് നമ്മുടെ ഇന്ത്യയിൽ നിന്നും ഈജിപ്തിൽ നിന്നും എല്ലായിടത്തും ഇവിടെ വരുന്ന സാധനം ഇവിടെ നിന്നാണ് പിന്നെ പോകുന്നത്. പിന്നെ പിന്നെ മനോജ് ചേട്ടാ, ഇത് 110ന്റെ റോഡല്ലേ ഇത്? അപ്പോൾ നമുക്ക് എത്ര വരെ ഇതില് സ്പീഡ് കയറാൻ പറ്റും? 130. പക്ഷെ അബുദാബി കയറുമ്പോൾ എങ്ങനെയാണ്? അപ്പോൾ അത് പോകുമ്പോൾ 120 റോഡാണ്. 140 വരെ പോകും, കുഴപ്പമില്ല. 139 141 അടിച്ച ക്യാമറ. എത്ര രൂപയാണ് ഇവിടെ ഫൈൻ വരണേ? സ്പീഡ് ഫൈൻ റഡാറിന് 400 ദിറംസാ. സിലിക്കോൺ ഒയാസിസ്. ആ ബിൽഡിങ്ങിന് എന്താ വേറൊരു സ്ട്രക്ചർ? പൈനാപ്പിളിന്റെ മോഡൽ. അതാണ് പൈനാപ്പിൾ ബിൽഡിംഗ് ആണ്. നമ്മുടെ സഞ്ജു ചേട്ടൻ ജോലി ചെയ്യുന്നത് ഇവിടെയാണ് കേട്ടാ. സഞ്ജു ചേട്ടൻ ജോലി ചെയ്യുന്നത് ഇവിടെയല്ലേ? സിലിക്കോൺ ഒയാസിസ്. ചേട്ടാ ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? സഞ്ജു ചേട്ടാ വന്നിട്ട് ഇല്ല വൈകിട്ട് 3 മണിയാകുമ്പോ 4 മണിയാകുമ്പോ ആളെ കയറ്റും. പകലില്ലേ ചേട്ടാ ഇവിടെ? ഡിസംബർ ആയി കഴിഞ്ഞാൽ ഭയങ്കര ആള്. ഡിസംബർ ഭയങ്കര ആളാ. ഡിസംബർ പകലും ഉണ്ടാവും കേട്ടാ? ഇല്ല, ഇപ്പൊ ഉച്ചയ്ക്ക് ശേഷമേ ഉള്ളൂ. ക്രിക്കറ്റ് കാണുന്നതാണ് എല്ലാരും. അല്ല, ഇവിടുത്തെ ദുബായിലെ സ്റ്റേഡിയം കാണുന്നത്. ദുബായ് സ്റ്റേഡിയം എവിടെയാണ്? IPL ഒക്കെ അവിടെ വെക്കാൻ പറ്റുന്നത് ഇവിടെയല്ലേ കൊണ്ടുവെക്കുന്നത്. 2020 കഴിഞ്ഞ വേൾഡ് കപ്പ് അല്ലേ സ്റ്റേഡിയം കളിച്ചത്. റൈറ്റ് സൈഡ് ആയിട്ടാണ് ലെഫ്റ്റ് സൈഡ് ആയിട്ടാണ് സ്റ്റേഡിയം? ഇതല്ല കേട്ടോ, അപ്പുറത്താ കാണിച്ചത്. ഇതെന്ത് സ്റ്റേഡിയാണ്? ഇത് ഫുട്ബോൾ സ്റ്റേഡിയം ആണോ? ഫുട്ബോൾ കളിക്കുന്നത് സ്റ്റേഡിയം അപ്പുറം. ഇതെന്താ കേട്ടോ ഇങ്ങനെ ഇടക്കിടക്ക് എഴുതി വെച്ചിരിക്കുന്നത്? സ്പീഡ് ലിമിറ്റിന്റെ ആണോ മുകളിൽ ആ ബോർഡില്? ഓരോ എക്സിറ്റ് വൈറ്റ് കണ്ടോ? വൈറ്റ് അതിനാണ് ദുബായ് സ്റ്റേഡിയം. അതാണ് ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയം അല്ലേ? ചേട്ടയുടെ കളി കാണാനൊക്കെ വന്നിട്ടുണ്ടോ? ഞാൻ നിന്റെ പപ്പയ്ക്ക് ഏഷ്യ കപ്പൊക്കെ ഫുള്ള് മാച്ച് കൊണ്ട് കാണിച്ചല്ലോ. എല്ലാ കളിയും ഇവിടെ? എല്ലാ കളിയും. ഞാൻ തിരികെ വന്നിട്ടില്ല ദുബായ് സ്റ്റേഡിയത്തിൽ. പക്ഷെ ദുബായ് സ്റ്റേഡിയം ഒരുപാട് ഉള്ളിലാണല്ലേ കേട്ടാ ഇരിക്കണേ? ഉള്ളിൽ മാത്രം വലിയ സ്റ്റേഡിയം നല്ല ഇത് തന്നെ അല്ലേ? ഇത് തന്നെ സംഭവം കേട്ടോ. ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയം ചേരണ്ട, ഏറ്റവും മുകളിൽ വരണ്ട ചേരണ്ട. കളി നടക്കുന്നത് അതിന്റെയും താഴെയാണ് ചേരണ്ട.
വലിയ സ്റ്റേഡിയം. നമുക്കിങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ തോന്നുന്നത് വലിയ സ്റ്റേഡിയം, വലിയ സ്റ്റേഡിയം. ഈ ബോർഡർ എന്റെ റോഡിന്റെ അല്ല, അബുദാബി കയറി കഴിഞ്ഞാൽ അത് വൈറ്റ് ആയിട്ട് പോകും. അതെന്താണ് അങ്ങനെ? അവിടെ വൈറ്റ് അടിച്ചിട്ടുണ്ട്. അബുദാബി റോഡിന് വൈറ്റ് ആണ്. ഓ, ഇവിടെ ദുബായ് റോഡിന് യെല്ലോ കളറാണ് റോഡിന്റെ രണ്ട് സൈഡ്. പാടില്ല. ഇത് റെയിൽവേയുടെ ബ്രിഡ്ജ് ആണല്ലേ ചേട്ടാ? അബുദാബി ടു റാസൽ ഖൈമ. ഇതാണ് അബുദാബി പോകുന്ന ബസ് കേട്ടോ. ദുബായിൽ നിന്ന് പോകുന്ന ബസ് അതാണ് കേട്ടോ. ഇവിടെ ദുബായിൽ നിന്ന് അബുദാബി വരെ എത്ര രൂപയാണ് കേട്ടോ ബസ്സിൽ റേറ്റ് വരുന്നത്? 25 ദിർഹംസ് അല്ലേ? അബുദാബി റോഡ് വെച്ചാൽ മതി. അബുദാബി റോഡല്ല, പഴയ പണ്ടത്തെ റോഡില്ലേ, നല്ല തേഞ്ഞിരിക്കുന്ന റോഡുണ്ടല്ലോ, അതാണ് കേട്ടോ. കളർ ഡാർക്ക് ആണ്. നോക്കി ഇതിന്റെ വ്യത്യാസം ഉണ്ടോ അപ്പുറത്ത് അബുദാബി റോഡ് വരുമ്പോ അല്ലേ? ഇനി എത്ര സമയം ഇവിടെ ഉണ്ട്? കുറച്ച് മുന്നേ കാണുന്നൊരു ബ്രിഡ്ജ് കേട്ടോ. അവിടെ അബുദാബിയാണ് കേട്ടോ. അബുദാബി ബോർഡറാണ്. ദുബായ് അബുദാബി ബോർഡറാണ്. നമ്മൾ പഴയ റോഡോട് പോയി ഇറങ്ങാം കേട്ടോ. ഇപ്പോൾ ഇറങ്ങാം. ഒരു കൊച്ചി അതാണ്ട റോഡ് മാറിയുണ്ടോ, കളർ മാറിയുണ്ടോ? ഇവിടെ നിന്ന് ഫുൾ അബുദാബിയാണല്ലേ? അബുദാബി, അതാണ് ബോർഡർ. വ്യത്യാസം വന്നില്ല, കളർ വന്നില്ല, കളർ മാറി. അതാണ് നമ്മുടെ നാട്ടിലെ കീഴിടാത്ത റോഡ്. പക്ഷേ റോഡ് അടിപൊളിയാണ് കേട്ടോ. എന്നാലും റോഡ് അടിപൊളി റോഡ്. ഞാൻ പറഞ്ഞ കളർ ചുവപ്പ് കളർ പോലെ ഉണ്ടല്ലേ ചെറുതായിട്ട്. ഇതെന്താണ് കേട്ടോ ഇത്? ഇപ്പുറ സൈഡ് കണ്ടോ ഓരോ ട്രാക്ക് ഉണ്ടോ? നമ്മൾ കൊറോണ സമയത്ത് ഇവിടെ കൊണ്ട് വണ്ടി നിർത്തും. നമ്മളെ കൊറോണ ടെസ്റ്റ് അടിക്കും. ഓ, അതായിരുന്നല്ലേ? ഇതൊക്കെ എടുത്ത് നേരത്തെ നമ്മൾ എടുക്കണം. എടുത്തിട്ട് അതിന്റെ റിപ്പോർട്ട് ഇവിടെ കാണിച്ച് നമ്മളെ ചെക്ക് ചെയ്തിട്ട് അവർ എടുത്തോളൂ. പിന്നീട് പോകാൻ പറ്റുള്ളൂ, അല്ലാതെ പോകാൻ പറ്റില്ല. ഇപ്പൊ അത് ക്ലോസ് ആയി. ഇപ്പൊ അത് മാറ്റി. ഇല്ലാത്തവരെ അതിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ കയറ്റി ഈ ബ്രിഡ്ജ് കൂടെ ഇറക്കി വിടും. തിരിച്ച് ദുബായിലോട്ട്. അതിപ്പോ അവര് മാറ്റിയിട്ടില്ല, എപ്പോഴും വെച്ചിട്ടുണ്ട്. ഇനി എപ്പോഴെങ്കിലും കൊറോണ വന്നാലോ അതുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ക്യാമറ ഉണ്ടോ? വ്യത്യാസം വന്നോ? ക്യാമറ ഉണ്ടോ? ഇവിടുത്തെ ക്യാമറ വേറെ ക്യാമറ ഉണ്ടോ? സ്പീഡ് ക്യാമറ അല്ലേ? ട്രാക്ക് ഈ 2 ട്രാക്കില്ലേ അപ്പുറത്തോടെ നിൽക്കും. ആ 2 ട്രാക്ക് 120ന്റെ മുകളിൽ തന്നെ നിൽക്കണം. 120 താഴെ ആയി കഴിഞ്ഞാൽ അവിടെ ഫൈൻ കിട്ടുന്നുണ്ട്. അവിടെ നിയമം വന്നതാണ് അവർ അബുദാബി കൊണ്ടുവന്നത്. 2 ട്രാക്ക് മാക്സിമം എത്ര പോവാം? 140 വരെ പോവല്ലേ? അതൊരു പോകണം. എല്ലാ വണ്ടിയും ശ്രദ്ധിച്ചാ ഏക വണ്ടി പതുക്കെ പോകുന്നുണ്ടോ? ഇല്ല, എല്ലാ വണ്ടിയും നല്ല സ്പീഡല്ലേ പോകുന്നത്. അറബി ഒട്ടകത്തിലായിരിക്കും ചേച്ചി. അവർ താമസിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും, ചിലപ്പോൾ 2 കുഞ്ഞുങ്ങളും കാണും. അതിനകത്തൊരു 8-10 സർവന്റ് ഉണ്ടോ അറബികളുടെ വീട്ടിലല്ലേ? ഒരു വെറൈറ്റി സ്ട്രക്ചർ അല്ലേ? ഇല്ല, താഴെ പോയില്ല. നമ്മളിപ്പോ അണ്ടർഗ്രൗണ്ട് അടിയിൽ കൂടെ കയറി ഇവിടെ വരും. ഈ ഫ്രണ്ടില്ലേ, ഇവിടെ വരും. നമ്മൾ നടന്നാ വരുന്ന കേട്ടാ. നമ്മൾ ഇതിനകത്തൂടെ നടക്കാൻ ഒരുപാടുണ്ട്. നമ്മൾ ഇതിന്റെ അടിയിൽ കൂടെ വരും. ഇതിന്റെ അടിയിൽ കൂടെ നമ്മൾ നടക്കാൻ നിൽക്കുന്നത്. അതുകൊണ്ട് വെയിലൊന്നും കൊള്ളണ്ട ഭാഗ്യത്തിൽ. പിന്നെ ഈ മുകളിൽ വന്ന് കയറും. എസ്കലേറ്റർ ഒക്കെ ഉണ്ട്. അങ്ങനെ നിന്നോടത്ത് അങ്ങ് പൊക്കോളും. നടക്കാത്തവർക്ക് അങ്ങനെയുണ്ട്. ഭാഗ്യ നമ്മൾ പകൽ സമയമുണ്ട്, വലിയ തിരക്കില്ല കേട്ടാ. വൈകുന്നേരം ഇന്നാളും ഞങ്ങൾ വന്നിരുന്ന വൈകുന്നേരമായിരുന്നു. ഭയങ്കര ആളായിരുന്നു ഇവിടെ. ആളും വണ്ടി പാർക്ക് ചെയ്യാനും പറ്റുന്നില്ല. കൊടുക്കാം വന്നാണ് നിങ്ങൾ നാളെ നൂപ്പാട് വന്നതല്ലേ? ഇത് പിന്നെ കുഴപ്പമില്ല കേട്ടോ. അപ്പോഴും നമുക്ക് നടക്കാൻ ഇതിന്റെ ഉള്ളിൽ നടക്കാനുണ്ടോ? അടിയിൽ മോശം ഇരിക്കുന്ന അവിടെയാണ്. നമ്മളിപ്പോൾ വണ്ടി കൊണ്ടുവരണം നോക്കി എവിടെയാണ് പറഞ്ഞു പറഞ്ഞുണ്ടാവും.
ടൂർ ബസ്സുകളൊക്കെ വരുന്നുണ്ട്. ഇവിടെ എനിക്ക് ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ട് കേട്ടാ പള്ളിയിലോട്ട് പോകാനായിട്ട്. കൂടുതലും ഇന്ത്യക്കാരാണെന്ന് തോന്നുന്നു. മുമ്പ് വാങ്ങുന്നതല്ലേ, വരുന്ന ലേഡീസിന് കൊടുക്കും. ഇല്ല എല്ലാവരും ഒരുമിച്ച് തന്നെ പോകണം. ഇങ്ങനെയല്ല പോകേണ്ടത്, നമുക്ക് അവിടെ നിന്ന് തന്നെ ഇറങ്ങാൻ പറ്റും. നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നില്ലേ, അവിടെ എൻട്രൻസ് ഉണ്ടോ. മറ്റേ അവര് വന്നു വെച്ചാൽ അവിടെ വണ്ടി അവര് അല്ലാണ്ട് കയറുന്നതാണ്. നമ്മൾ കറക്റ്റ് 2 മണിക്കൂർ എടുത്ത് അവിടെ നിന്ന് ദുബായിൽ നിന്ന് അബുദാബി വരെ എത്താനായിട്ട് കറക്റ്റ് 2 മണിക്കൂർ എടുത്തു. ഇതാണ് നമ്മളെ തേരാളി. പിന്നെ നമ്മൾ യാത്ര ചെയ്ത വണ്ടി എന്ന് പറയുന്നത് ഇതാണ്. മനോജ് ചേട്ടാ, ഇതേത് വണ്ടി ചേട്ടാ? റൊണാൾഡിന്റെ സിംബലാ. ഇത് നമ്മുടെ നാട്ടിലില്ലല്ലേ അല്ലേ? വളരെ റയറായിരിക്കും. നമ്മളിതാ ഇപ്പോഴീ കാണുന്നില്ലേ ഗോപുരം, ഇത് ഗ്ലാസും പിന്നെ സ്റ്റീലും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഗോപുരമാണ്. അപ്പോൾ നമുക്ക് മോസ്കിലോട്ട് പോകണമെങ്കിൽ ഇതിൻ്റെ അകത്തോട്ട് കയറിയിട്ട് അണ്ടർഗ്രൗണ്ടിലൂടെ ഒരു വഴിയുണ്ട്. ആ വഴിയിലൂടെ വേണം നമുക്ക് മോസ്കിലോട്ട് പോകാനായിട്ട്. നമ്മളിത് ഈ ഗോപുരത്തിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് എസ്കലേറ്ററും ലിഫ്റ്റും കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എസ്കലേറ്റർ ഉപയോഗിച്ചോ ലിഫ്റ്റ് ഉപയോഗിച്ചോ നമുക്ക് താഴോട്ട് പോകാവുന്നതാണ്. എനിക്കൊണ്ട് 2 നിലയോ താഴ്ച ഉണ്ടെന്ന് തോന്നുന്നു നമ്മൾ ഈ അണ്ടർഗ്രൗണ്ടിലോട്ട് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഫുഡ് കോർട്ടും പിന്നെ ഷോപ്പിംഗ് മോൾ പോലത്തെ ഒരുപാട് ഷോപ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് ദൂരം കൂടെ നടന്ന് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് QR കോഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ QR കോഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. ടിക്കറ്റിന് അവർ പൈസ ഒന്നും ചാർജ് ചെയ്യുന്നില്ല. അത് ഒരു ദിവസം എത്ര പേര് മോസ്ക് വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ടിക്കറ്റിൻ്റെ സംവിധാനം ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിന് കാശൊന്നും കൊടുക്കേണ്ട, ഫ്രീ ആണ്. പിന്നെ നമ്മൾ മോസ്കിലോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, വസ്ത്രരീതികളാണ് കേട്ടോ. നമ്മൾ ഈ ചിത്രത്തിൻ്റെ മുകൾ വശത്ത് കാണുന്ന രീതിയിൽ വേണം നമ്മൾ വസ്ത്രം ധരിച്ചിട്ട് ഇവിടെ മോസ്കിലോട്ട് വരാനായിട്ട്. താഴ്വശത്ത് കാണുന്ന രീതിയിൽ വസ്ത്രം ധരിക്കുകയാണെങ്കിൽ അവർ നമ്മൾ മോസ്കിൻ്റെ അകത്തോട്ട് അലോ ചെയ്യില്ല. പിന്നെ പണ്ട് ഈ മോസ്ക് നിർമ്മിച്ചുകൊണ്ടിരുന്ന സമയത്ത് എടുത്ത ചിത്രങ്ങളൊക്കെ നമുക്ക് ഈ പോകുന്ന വഴികളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുമേ. പിന്നെ ഈ മോസ്കിൽ ആരൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള ചിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നമ്മളിത് ഇപ്പോഴീ കാണുന്നതാണ് അബുദാബിയിലുള്ള ഗ്രാൻഡ് മോസ്ക്. അപ്പോൾ നമ്മളിവിടെ വരുമ്പോഴേ നമ്മൾ ആദ്യം തന്നെ ആകർഷിക്കുന്നത് വെള്ള മാർബിളുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന മോസ്കാണ്. പിന്നെ മോസ്കിനാണെങ്കിൽ 4 മിനാരങ്ങളുണ്ട്. പിന്നെ വ്യത്യസ്ത വലിപ്പത്തിലുള്ള 82ഓളം ഡോംസും നമ്മുടെ ഈ മോസ്കിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ മോസ്കിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് നമുക്ക് വലിയൊരു പൂൾ ഇവിടെ കാണാൻ പറ്റുമേ. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു നേരത്തെ. ഞാനും വീഡിയോസൊക്കെ എടുക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. പിന്നെ നമുക്കിവിടെ ഒരു വാട്ടർ ഫൗണ്ടൈനും കാണാൻ സാധിക്കും മോസ്കിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട്. 1971 ഡിസംബർ 2 മുതൽ ഹിസ് ഹൈനസ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാനായിരുന്നു UAEയുടെ പ്രസിഡൻറ്റ്. ആദ്യത്തെ പ്രസിഡൻറ്റ് കൂടെയാണ് കേട്ടോ. അതേപോലെ തന്നെ ഫാദർ ഓഫ് ദ നേഷൻ എന്നും നമ്മുടെ ഈ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഷെയ്ഖിൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു നമ്മുടെ ഈ ഗ്രാൻഡ് മോസ്ക്. 1996 നവംബർ 5 നമ്മുടെ ഈ മോസ്കിൻ്റെ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ മോസ്കിൻ്റെ നിർമ്മാണം പൂർത്തിയാവുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ഷെയ്ഖ് 2004 അന്തരിച്ചിട്ടുണ്ടായിരുന്നു. ഷെയ്ഖിനോടുള്ള ഒരു റെസ്പെക്റ്റിൻ്റെ ഭാഗമായിട്ട് അവർ നമ്മുടെ ഷെയ്ഖിനെ കവറടക്കിയിരിക്കുന്നത് നമ്മുടെ ഈ മോസ്കിൻ്റെ മുറ്റത്ത് തന്നെയാണ്. ഈ മോസ്ക് നിർമ്മിക്കാനായിട്ട് 86ഓളം കോൺട്രാക്റ്റിംഗ് കമ്പനിയും 3000-ലധികം പണിക്കാരും ആവശ്യമായിട്ട് വന്നു. ഈ ജോലിക്കാരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ചില യൂറോപ്യൻ കൺട്രീസിൽ നിന്നും പിന്നെ നമ്മളെ ഇന്ത്യ, ചൈന പോലത്തെ രാജ്യങ്ങളിൽ നിന്നുമായിരുന്നു. സാധനങ്ങളെയും ഇവിടെ തന്നെയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്.
പിന്നെ നമ്മുടെ ഈ മോസ്ക് ഇനോഗ്രേറ്റ് ചെയ്തത് 2007 ഡിസംബറിലാണ്. നമ്മളിതാ ഇപ്പോഴീ കാണുന്ന കോർട്ട്യാർഡിൽ 31,000 ആൾക്കാർക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാനുള്ള സൗകര്യമുണ്ട്. 17,400 സ്ക്വയർ മീറ്ററാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത്. ഇപ്പോൾ സമയം ഏതാണ്ട് 2 മണിയായിട്ടുണ്ട്. നമ്മളിത് ഇപ്പം നിൽക്കുന്നില്ലേ കോർട്ട്യാർഡ്, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ മോസ്കിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു കയറ് കെട്ടിയിട്ട് അവരൊരു ബൗണ്ടറി തിരിച്ചിട്ടുണ്ട്. നമുക്ക് അതുവരെ മാത്രമേ പ്രവേശനമുള്ളൂ. നമ്മളത് ഇപ്പോഴീ കാണുന്നില്ലേ വരാന്ത, ഈ വരാന്തയിലൂടെ കുറച്ച് ദൂരം മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് മോസ്കിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റും കേട്ടോ. പക്ഷേ വേറൊരു കാര്യം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഈ കാണില്ലേ തൂണുകൾ, ഈ തൂണുകൾ തന്നെ 1000-ലധികം തൂണുകളുണ്ട് കേട്ടോ ഇവിടെ. പക്ഷേ ഈ തൂണുകൾക്കൊരു പ്രത്യേകത ഉണ്ട്. തൂണുകളുടെ ഏറ്റവും മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടുത്തെ ഈന്തപ്പനുണ്ടല്ല, അതിൻ്റെ ഒരു ഷേപ്പാണ്. ആ സ്വർണ്ണ കളറിൽ പെയിൻ്റ് അടിച്ചിരിക്കുന്ന ആ ഭാഗം നോക്കുമ്പോൾ തന്നെ നമുക്കത് അറിയാൻ സാധിക്കുമേ. നമ്മളിത് ഇപ്പോഴീ മാർബിൾ ചുമരുകൾ കാണില്ലേ, ഈ ചിത്രങ്ങളെല്ലാം തുലിപ്, ലില്ലി, ഐറിഷ് തുടങ്ങിയ പുഷ്പങ്ങളുടെ ചിത്രങ്ങളാണ് നമ്മൾ ഈ മാർബിൾ ചുമരുകളിൽ കാണുന്നത്. നമ്മളിത് ഇപ്പോഴീ കാണുന്നില്ലേ ഷാൻലിയർ ലൈറ്റ്, ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്റ്റൽ ഷാൻലിയർ ലൈറ്റുകളിൽ ഒരു ലൈറ്റാണ്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഗോൾഡെന്ന് പറയുമ്പോൾ 24 കാരറ്റ് ഗോൾഡും പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലും കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ പ്രാർത്ഥനാ ഹാളിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ ഈ ഷാൻലിയർ ലൈറ്റ് കാണാൻ പറ്റുന്നത്. നമുക്ക് ഏതാണ്ട് 12 ടണ്ണോളം ഭാരവും വരും നമ്മുടെ ഈ ഷാൻലിയർ ലൈറ്റിന്. പ്രാർത്ഥനാ ഹാളിൻ്റെ അകത്ത് വിരിച്ചിരിക്കുന്ന കാർപ്പറ്റ് ഉണ്ടല്ലോ, ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൈകൊണ്ട് തുന്നിയെടുത്ത കാർപ്പറ്റാണ്. ഇത് 1200ഓളം ജോലിക്കാർ 2 വർഷത്തോളം എടുത്താണ് നമ്മുടെ ഈ കാർപ്പറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് 70% കമ്പിളിയും 30% പരുത്തിയും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് പ്രാർത്ഥനാ ഹാളിൻ്റെ അകത്ത് 96ഓളം മാർബിൾ തൂണുകളും കാണാൻ സാധിക്കും.
ചേച്ചി മാറി അളിയൻ കയറി വണ്ടിയിൽ. പിന്നെ അപ്പുറത്ത് ജോയിച്ചേട്ടനാണെങ്കിൽ പഴയ 90s പാട്ടും കേട്ട് അങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. ഇവിടെ ക്യാമറ. അപ്പോൾ ഓക്കെ മനോജേട്ടാ, നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? അപ്പോൾ നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അബുദാബി സിറ്റിയിൽ കൂടെയാണ്. എല്ലാവർക്കും ബൈ ബൈ. നിങ്ങൾ നമുക്ക് ബൈ ബൈ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അളിയാ ഒരു ടാറ്റ ബൈ ബൈ പറ. നോട്ട് ആദർശ്.